സി പൈത്തൺ ആണോ സി പ്രോഗ്രാമിംഗ് ആണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ നമുക്ക് പിൻ പോയിന്റ് ചെയ്തിട്ട് ഒരു ആൻസർ പറയാൻ പാടാണ്. കാര്യം രണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനും അതിൻ്റേതായ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇപ്പം വൺ ബൈ വൺ ആയിട്ട് പറയുവാണെങ്കിൽ പൈത്തൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നോൺ ഐ ടി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ സി പ്രോഗ്രാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൈത്തൺ ആയിരിക്കും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ്. കാര്യം പൈത്തൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് പൈത്തൺ കോഡ് ചെയ്യുന്നതിൻ്റെ സ്ട്രക്ചർ പൈത്തൺ സിമ്പിളാണ്. സിയുടെ കേസ് എടുക്കുമ്പോൾ അത് ഇച്ചിരി കോംപ്ലക്സ് ആണ്. അപ്പം നോൺ ഐ ടി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഏറ്റവും പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ ആണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം കറണ്ട് ജോബ് ഓപ്പണിങ്സ് നോക്കിയാലും പൈത്തൺ ഡെവലപ്പേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പണിങ്സ് പോസ്റ്റിംഗ് കണ്ടുവരുന്നത്. സി പ്രോഗ്രാം മോശമൊന്നുമല്ല. രണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും അതിൻ്റേതായ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പൈത്തൻ്റെ സ്കോപ്പ് ഭയങ്കര വാസ്റ്റാണ്. അതായത് പൈത്തൻ്റെ കോർ പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല പല ഏരിയാസിൽ ഐ ടിയിൽ തന്നെ പല പല ഏരിയാസിൽ നമുക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റ്, AI, ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്, മെഷീൻ ലേണിംഗ്, അങ്ങനെ പല പല ഏരിയാസിൽ നമുക്ക് പൈത്തൺ വെച്ചിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഡെയിലി പുതിയ പുതിയ വെബ് AI റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് ആണ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പോകുന്തോറും അത് കൂടത്തേ ഉള്ളൂ. അപ്പോൾ AI സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ ആണ്, അല്ലെങ്കിൽ ബാക്ക് ബോൺ ഓഫ് AI എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു AI അല്ലെങ്കിൽ ഫ്യൂച്ചർ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് കോഡിങ്ങിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീപ്പായിട്ട് പഠിച്ച് കുറച്ചുകൂടെ ബേസിൽ നിന്ന് വരണം എന്നുണ്ടെങ്കിൽ സി പ്രോഗ്രാമും ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ കറണ്ട് വേക്കൻസിയും ജോബ് ഓപ്പണിങ്സും പൈത്തൺ കമ്മ്യൂണിറ്റി ആയാലും ജോബ് ഓപ്പണിങ്സ് ആയാലും അല്ലെങ്കിൽ ഏരിയാസ് നോക്കുകയാണെങ്കിലും പൈത്തൺ തന്നെയാണ് കുറച്ച് ഹൈ ലെവലിൽ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും കോൺസെപ്റ്റ് വൈസ് എല്ലാം സെയിം തന്നെയാണ്. അതായത് പഠിക്കാനുള്ള ടോപ്പിക്സ് എല്ലാം സെയിം തന്നെ ആയിരിക്കും. ചിലപ്പോൾ അതിൻ്റെ നെയിം മാറും, പിന്നെന്താ അതിൻ്റെ സ്ട്രക്ചർ, എഴുതുന്ന രീതികൾ മാറും. അപ്പം ആ എഴുതുന്ന രീതിയാണ് ഒരു പ്രോഗ്രാമിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. സി പ്രോഗ്രാമിലും ജാവയൊക്കെ ആണെങ്കിൽ ഹെഡറൊക്കെ ഡിക്ലെയർ ചെയ്തിട്ട് ഒക്കെ ആയിരിക്കും നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പൈത്തൻ്റെ കേസിൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഒരു നോട്ട് എടുത്ത് എങ്ങനെയാണോ നമ്മൾ നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേ ഒരു സിൻടാക്സിൽ തന്നെ പൈത്തൺ, അനാവശ്യമായിട്ടുള്ള സിൻടാക്സോ ഒന്നും പൈത്തണിൽ ഇല്ല. അപ്പം നോൺ ഐ ടി ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുട്ടികൾക്ക് ഈ പൊതുവേ ഈ സിൻടാക്സിൻ്റെ പ്രശ്നം കൊണ്ടാണ് കോഡിൽ കൂടുതലും എറേഴ്സ് വരുന്നത്. അപ്പം സി പ്രോഗ്രാം ആയാലും പൈത്തൺ പ്രോഗ്രാം ആയാലും നമ്മുടെ കോർ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇക്വേഷൻസ് അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്സ് എല്ലാം സെയിം തന്നെയാണ്. എഴുതുന്ന രീതിയിൽ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് സി പ്രോഗ്രാം കുറച്ച് ടഫും പൈത്തൺ കുറച്ച് ഈസി ആവുന്നത്. അപ്പം സി പ്രോഗ്രാം ഒരു നോൺ ഐ ടി സ്റ്റുഡൻറ്റിന് പഠിക്കാൻ പറ്റത്തില്ലെന്ന് ചോദിച്ചാൽ പറ്റും, ഉറപ്പായിട്ടും പറ്റും. പക്ഷേ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ച് കൂടുതലായിരിക്കും. പൈത്തണിൻ്റെ ഏരിയ ഭയങ്കര വാസ്റ്റാണ്. അതായത് പൈത്തണിൻ്റെ ബേസിക് കോൺസെപ്റ്റുകളെല്ലാം നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ അനലിറ്റിക്സ്, ഡാറ്റ സയൻസ്, വെബ് ഡെവലപ്മെൻറ്റ് അങ്ങനെ പല പല ഏരിയാസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ തന്നെ ഓപ്പൺ സോഴ്സ് ആയിട്ട് നമുക്ക് ലൈബ്രറീസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ലൈബ്രറീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ പൈത്തൺ ഡെവലപ്പേഴ്സ് തന്നെ എഴുതി വെച്ചേക്കുന്ന കോഡുകളെയാണ് ലൈബ്രറീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഐ ടി റിലേറ്റഡ് എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഈ ലൈബ്രറീസ് നമുക്ക് നമ്മുടെ കോഡിലോട്ട് ഇമ്പോർട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഉപയോഗിച്ചാലുള്ള ഗുണം നമ്മൾ എഴുതുന്ന കോഡിൻ്റെ എണ്ണം കുറയും, കോഡ് കുറച്ചുകൂടെ സിമ്പിളാവും. അപ്പം എന്ത് കാര്യത്തിന് വേണമെങ്കിലും ലൈബ്രറീസ് പൈത്തണിൽ അവൈലബിൾ ആണ്. നമ്മൾ ഫ്രീ ഓഫ് കോഴ്സിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം സിയിലും ജാവയിലൊന്നും അങ്ങനെ അത്രയും ലൈബ്രറീസ് ഒന്നും ഇല്ല. അപ്പോൾ AI റിലേറ്റഡ് പ്രോഗ്രാമാണ് നമ്മൾ എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ AI റിലേറ്റഡ് ലൈബ്രറീസ് അവിടെ ആവശ്യം പോലെ അവൈലബിൾ ആണ് നമ്മുടെ പൈത്തൺ ലൈബ്രറി തന്നെ. നമ്മൾ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഈ ലൈബ്രറീസ് എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആവും. അത് മാത്രമല്ല അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടുന്ന ലൈബ്രറീസ് ഓൾറെഡി പൈത്തണിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. ഇപ്പം കണ്ടുവരുന്നൊരു ട്രെൻഡ് അനുസരിച്ച് പൈത്തൺ ഡെവലപ്പേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ജോബ് വേക്കൻസി ക്രിയേറ്റ് ആവുന്നത്. അത് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഐ ടി മാർക്കറ്റിൽ പൈത്തണിൻ്റെ പ്രോജക്ട്സ് കൂടുതലായിട്ട് കമ്പനീസുകൾക്ക് ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എന്നാണെന്ന് ചോദിച്ചാൽ ഈ നമ്മളിപ്പോൾ സെയിം പ്രോജക്റ്റ് നമ്മൾ പൈത്തണിലും ജാവയിലും നമ്മൾ കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റ് പൈത്തണിൽ ചെയ്യുമ്പോഴായിരിക്കും. കാര്യം പൈത്തണിൻ്റെ നമ്പർ ഓഫ് കോഡ്സ് ആസ് കമ്പയർഡ് ടു ജാവ ആൻഡ് സി കുറവാണ്. അപ്പം കമ്പനിയുടെ ഒരു ഐ ടി കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പം പ്രൊഡക്ടിവിറ്റി കൂടുതൽ പൈത്തൺ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോജക്റ്റുകൾക്കായിരിക്കും. അപ്പം അവർക്ക് കൂടുതൽ പ്രോജക്റ്റുകൾ കിട്ടും, കൂടുതൽ ആൾക്കാരുടെ ജോബ് ഓപ്പണിങ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.